Silhouettes of you are like a taunt. Never really know just what you want. With you I don't ever feel calm. I can feel the sweat inside my palms. Play with me like cats and a... Hi guys, welcome back to Cuddle Cloud. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. സാധാരണ ഞാൻ ഇൻട്രോ ഒക്കെ എടുക്കുമ്പോൾ വീട്ടിൽ നിന്ന് വളരെ മികച്ച ഇൻട്രോ ഒക്കെ ആയിരിക്കും സാധാരണ എടുക്കാറുള്ളത്. ഇപ്പം ഞാൻ റൂട്ടിലാണ്, എന്താ സംഭവം എന്നുള്ളത് പറയാം. സോ ഇന്ന് നമ്മൾ പോകുന്നത് കൊച്ചിയിലോട്ടാണ്. കൊച്ചിയിലോട്ട് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ യൂട്യൂബ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യത്തിന് തന്നെയാണ് പോകുന്നത്. സോ ഞാൻ ആദ്യം വിചാരിച്ചു എന്താ പറയുക, ഡേ ഇൻ മൈ ലൈഫ് ഒന്നും എടുക്കണ്ട, വെറുതെ എന്തിനാണെന്നൊക്കെ. പക്ഷെ പിന്നെ ഞാൻ ആലോചിച്ചു, മീൻസ് ഞാൻ കടൽ ക്ലൗഡിൽ കുറേ കാലമായി ഡേ ഇൻ മൈ ലൈഫും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് പിന്നെ ഞാൻ ഇതുപോലെയൊക്കെ പുറത്ത് പോകുന്നത് വളരെ അപൂർവം ആയതുകൊണ്ട് തന്നെ ഐ തോട്ട് വൈ നോട്ട് വീഡിയോ എടുക്കാമെന്ന്. അപ്പം ഞാൻ ഇന്ന് പോയി നാളെ ആയിരിക്കും വരിക. അപ്പോൾ 2 ദിവസത്തെ വീഡിയോ ഒക്കെ എടുക്കണം എന്നൊക്കെയാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. പ്രത്യേകിച്ച് കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ ചെയ്യാനായിട്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊന്നുമില്ല. സോ ലെറ്റ്സ് സീ എങ്ങനെ ഉണ്ടാവും ഈ 2 ദിവസം എന്നുള്ളത്. സോ കറൻ്റ്ലി ഇറ്റ്സ് December 6th. രാവിലെ ഒരു 9 മണിക്ക് അവറായിട്ടും 7:30 ആകുമ്പോൾ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങണം എന്ന് വിചാരിച്ചാണ്. അരിച്ചേച്ചി പിന്നെ പണ്ടേ വളരെ കൃത്യനിഷ്ഠയുള്ള ആളായതുകൊണ്ട് ഇപ്പം ഇറങ്ങിയിട്ടേ ഉള്ളൂ. പുറത്താണെങ്കിൽ മൊത്തം കുരുവും പാടും മാത്രമേ ഉള്ളൂ. ഞാൻ ഇത്രയും ദിവസം വീട്ടിലിരുന്ന് കഴിഞ്ഞപ്പോൾ എന്താ പറയുക, ഒന്നും ഉണ്ടായിരുന്നില്ല. എൻ്റെ സ്കിന്ന് ഭയങ്കര ക്ലിയർ ആയിരുന്നു. കുറേ കാലമായിട്ട് എൻ്റെ സ്കിൻ ഇത്രയും ക്ലിയർ ആയിട്ടേ ഇല്ല. എപ്പം ഞാൻ പുറത്ത് പോകണം എന്നൊരു തീരുമാനം എടുത്തോ അതിൻ്റെ 2 ദിവസം മുമ്പ് വന്നു. എല്ലാം കുടുംബവും മക്കളും ഒക്കെ ആയിട്ട് കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. എൻ്റെ പ്രശ്നം വേറൊന്നുമല്ല. ഇപ്പോൾ എൻ്റെ മുഖം പറഞ്ഞു കഴിഞ്ഞാൽ അതെനിക്കറിയാം. മീൻസ് ചില ദിവസം കുരു വരും, ചില ദിവസം കുരു വരില്ല, ചില ദിവസം നല്ല ക്ലിയർ ആയിരിക്കും. അപ്പോൾ എൻ്റെ ഫേസ് എങ്ങനെയാണെന്നുള്ളത് എനിക്ക് ഓൾറെഡി അറിയും. പക്ഷേ എന്നെ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാർ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പം ഞാൻ പോകുന്നത് കൊച്ചിയിലോട്ടല്ലേ, കൊച്ചിയിലോട്ട് പോകുന്ന ടൈമിൽ ഒരാൾ എൻ്റെ അടുത്ത് വന്ന് കടൽ ക്ലൗഡ് അല്ലേ എന്ന് പറഞ്ഞ് സംസാരിച്ചു. അവരെൻ്റെ ലൈഫിൽ ചിലപ്പോൾ ഒറ്റ തവണ ഈ ഒരു ടൈം മാത്രമേ കാണുള്ളൂ. അപ്പോൾ ആ കുട്ടി മനസ്സിൽ വിചാരിക്കില്ലേ, അയ്യോ അരിച്ചിട്ട് മുഖത്തൊക്കെ എന്ത് കുരുവാന്നൊക്കെ. പ്രത്യേകിച്ച് ആരും എൻ്റെ മോന്ത നേരെ നോക്കുക പോലും ഇല്ല. പക്ഷെ എന്നാലും ഞാൻ തന്നെ ഇങ്ങനെ ഇരുന്ന് ആലോചിക്കും, അങ്ങനെയൊക്കെ നോക്കില്ലേ എന്നൊക്കെ. കുഴപ്പമില്ല. ഓക്കെ, നമുക്ക് പോവാം. ഞാനിപ്പോൾ തന്നെ 3 മിനിറ്റ് സംസാരിച്ചു. എനിക്ക് തോന്നുന്നു ഇത് എഡിറ്റ് ചെയ്ത് വരുമ്പോൾ ഒരു 1.5 മണിക്കൂർ ഉണ്ടാവുന്നത്. കുറേ ദിവസമായിട്ട് എല്ലാ വീഡിയോയും എൻ്റെ ഏകദേശം 1/2 മണിക്കൂർ 1 മണിക്കൂറൊക്കെയാണ്. അപ്പം ഞാൻ എന്തായാലും വീഡിയോ കട്ട് ചെയ്യുകയാണ്. നമുക്ക് അജയേട്ടനെ പിക്ക് ചെയ്യാൻ വേണ്ടി പോണ സമയത്ത് ബാക്കി വീഡിയോ എടുക്കാം. നല്ല ബ്ലോക്കാണ്. അജയേട്ടൻ ഫാൻസി ഡ്രസ് കോമ്പറ്റീഷന് പോകണമെന്ന് തോന്നുന്നു. എന്താടാ ഫാൻസി ഡ്രസ് കോമ്പറ്റീഷന്? ഫാൻസി ഡ്രസ്സാ? ഞാൻ ഇത്ര ഓവറോ വിചാരിച്ചില്ല. അരിച്ചേച്ചി സിമ്പിൾ കാഷ്വൽ ഔട്ട്ഫിറ്റും അജയേട്ടൻ റൺവേ മോഡൽ പോലെയും വന്നിട്ടുണ്ട്. ഏത് ഔട്ട്ഫിറ്റ് ഇടണം എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഞാനായിരുന്നു പറഞ്ഞത് ഈ സാധനം ഇട്ട് ഒരു തവണയിൽ ഇട്ടിട്ടുള്ളൂ, നല്ലതായിരിക്കും എന്നൊക്കെ. പക്ഷെ അതിരാവിലെ കരിയിലക്കാട്ടിന്റെ ഇടയിൽ കൂടെയൊക്കെ ഈ ഔട്ട്ഫിറ്റ് ഇട്ട് വരണം കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് എന്താ പറയേണ്ടതെന്ന് അറിഞ്ഞില്ല. എന്തായാലും മൊത്തത്തിലുള്ള സെറ്റപ്പും ഗെറ്റപ്പും ഒക്കെ അടിപൊളിയായിരുന്നു. ആദ്യം തന്നെ 2 കാര്യത്തിന് ഞാൻ സോറി പറയാം. ഫസ്റ്റ് സോറി ഈസ് ഫോർ ദാറ്റ് ലോങ് ഇൻട്രോ. പ്രത്യേകിച്ച് ഇൻട്രോ ഒന്നും എടുക്കാത്തതുകൊണ്ട് വണ്ടി ഓടിക്കുമ്പോൾ തന്നെ ഓൺ ദ വേയിൽ ഇൻട്രോ പറഞ്ഞതാണ്. പക്ഷെ ഇത്രയും നേരം സംസാരിക്കുന്നത് ഞാൻ പോലും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ആൻഡ് രണ്ടാമത്തെ സോറി, ഈ ഒരു വീഡിയോ ഞാൻ രാവിലെ പോസ്റ്റ് ചെയ്യാന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ രാവിലെ എനിക്ക് വേറെ സ്ഥലത്ത് പോകേണ്ടി വന്നു. എഡിറ്റിംഗ് ഒന്നും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ടായിരുന്നു. എന്തായാലും നമ്മൾ പറഞ്ഞ് കൊച്ചി എത്തി. ഫസ്റ്റ് തന്നെ നമ്മൾ പോയത് ലുലുലോട്ടായിരുന്നു. ആദ്യത്തെ ലക്ഷ്യം ഒന്ന് ഫ്രഷ് ആവണം. അത്യാവശ്യം നല്ല സോഷ്യൽ ആൻസൈറ്റി ഉള്ള ഒരാളാട്ടോ ഞാൻ. അതായത് ഒരു പബ്ലിക് വാഷ്റൂമിൽ പോയിട്ട് മുഖമൊക്കെ കഴുകി ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് പുട്ടി അടിക്കാനുള്ള അത്രയും ധൈര്യം എനിക്ക് സത്യം പറഞ്ഞാൽ ഇല്ലായിരുന്നു. ഐ മീൻ കുറെ ആൾക്കാരൊക്കെ ഉണ്ടാവില്ല, അപ്പൊ നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ആൾക്കാർ ഇങ്ങനെ നോക്കി നിൽക്കുമല്ലോ. പക്ഷെ ഇപ്പൊ കുറെ ആയിട്ട് എന്റെ അങ്ങനെയുള്ള മൈൻഡ് സെറ്റ് ഒക്കെ ഞാൻ കംപ്ലീറ്റ്ലി മാറ്റിയിട്ടുണ്ട് കേട്ടോ, വിച്ച് ഐ എം വെരി പ്രൗഡ് ഓഫ്. ഐ മീൻ എന്റെ വീഡിയോസിലൊക്കെ ഞാൻ പറയാറുണ്ട്, സത്യം പറഞ്ഞാൽ ഞാൻ നോബഡി കെയർസ്, ആരും നമ്മളെ നോക്കാൻ പോലും പോണില്ല. ലുലുലു പോയതിന്റെ അടുത്ത ഉദ്ദേശം ഇതായിരുന്നു, ആർക്കേഡിൽ കയറാന്നുള്ളത്. പാലക്കാട് ലുലുവില് ഫണ്ടിയൂറയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇതിന്റെ അത്ര സെറ്റപ്പും കാര്യങ്ങളൊന്നും അവിടെ ഇല്ല. അപ്പൊ ഇങ്ങോട്ടൊക്കെ വരുന്ന ടൈമിലാണ് നമുക്ക് ഇതൊക്കെ കുറച്ചെങ്കിലും എൻജോയ് ചെയ്യാൻ പറ്റുന്നത്. ഒരുപാട് പൈസ ഒന്നും ചെലവാക്കരുത്, ഏറ്റവും മിനിമം ക്വാണ്ടിറ്റിയിൽ റീചാർജ് ചെയ്യുക, കളിക്കുക, പോവുക, ഇതായിരുന്നു തലയിൽ. മിനിമം പ്രൈസ് ആണ് ചെയ്തത്, പക്ഷെ ഒരു 5-6 തവണ ചെയ്തു എന്ന് മാത്രം. പോയ ഉടനെ ഫസ്റ്റ് കളിച്ച കളി ഇതായിരുന്നു കേട്ടോ. എനിക്ക് എന്താണെന്നറിയില്ല, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ഒരു ഗെയിം.
വോട്ടിൽ ആരാ ജയിച്ചെന്ന് അറിയാനായിട്ട് ഇങ്ങനെ ആകാംക്ഷാഭരിതനായിട്ട് ഇരിക്കുകയായിരുന്നു. പക്ഷെ അതിൽ റിസൾട്ട് കാണിച്ചില്ല. രണ്ടാമത്തെ ഗെയിം ഈസ് വെരി സിമ്പിൾ. തല തല്ലി പൊട്ടിക്കും. കുറച്ച് ആൾക്കാർക്കെങ്കിലും അറിയായിരിക്കും അജിക്ക് ഒരു യൂട്യൂബ് ചാനൽ ഉണ്ട് എന്നുള്ളത്. അപ്പോൾ കുറേ ആൾക്കാർ എൻ്റെ അടുത്ത് ചോദിക്കും എന്ത് യൂട്യൂബ് ചാനൽ, ആ പേരെന്താന്നൊക്കെ. അജിയുടെ ചാനൽ എന്ന് പറയുന്നത് ഗെയിമിംഗ് ചാനലാണ്. മറ്റേ പബ്ജി ഇല്ലേ, അതിൻ്റെ ഒരു ഗെയിമിംഗ് ചാനലാണ്. എപ്പോഴും ഫോണിൽ കുത്തി കുത്തി വെടിവെക്കുന്ന പരിപാടിയല്ലേ ചെയ്യാറുള്ളത്. നേരിട്ട് സ്നൈപ്പിംഗ് സ്കില്ലൊക്കെ എത്ര ഉണ്ട് നോക്കാൻ വേണ്ടി കളിച്ച കളിയായിരുന്നു. പക്ഷേടാ അങ്ങനെയല്ല, അജയേട്ടനേക്കാൾ സ്കില്ല് ആരി ചേച്ചിക്കായിരുന്നു. ഒരു തോക്കിന്റെ പേര് പോലും അറിയാത്ത ആരി ചേച്ചിയാണ് അജയേട്ടന്റെ ഒപ്പത്തിനോടൊപ്പം സ്കോർ കിട്ടിയത്. ഇതുപോലെയുള്ള ഗെയിമൊക്കെ കളിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വിട്ടുവീഴ്ചയില്ല. നീ എടുത്തോ, നീ കളിച്ചോ, അങ്ങനത്തെ പരിപാടി ഒന്നുമില്ല. ഞാൻ കളിക്കും, ഇങ്ങോട്ട് താ, ഞാൻ എറിയും, അത് മാത്രമേ ഉള്ളൂ. ഈ ഒരു ദിവസം ഈവനിങ് ഒരു സ്ഥലത്ത് പോകണം എന്നല്ലാതെ നമുക്ക് വേറെ പ്രത്യേകിച്ച് ഒരു പരിപാടി ഉണ്ടായിരുന്നില്ല. സോ മുൻകൂട്ടി അത് അറിയാവുന്നത് കൊണ്ട് തന്നെ ഞങ്ങളൊരു സിനിമയ്ക്ക് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇപ്രാവശ്യം ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ. കാരണം നമ്മൾ PVR ലെക്സിലായിരുന്നു ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. നോർമൽ തിയേറ്റർ എക്സ്പീരിയൻസ് അല്ലല്ലോ, കംപ്ലീറ്റ്ലി എന്താ പറയുക, നല്ല എക്സ്പെൻസീവ്, ലക്ഷറി, കോസി അങ്ങനെയുള്ളൊരു അറ്റ്മോസ്ഫിയർ ആണല്ലോ. ആൻഡ് കണ്ട മൂവി വാസ് കളങ്കാവൽ. എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടൊന്നും ഇല്ല ഈ പടം. പക്ഷെ നമ്മൾ ഇരുന്ന് കണ്ട ആ ഒരു അറ്റ്മോസ്ഫിയറും സറൗണ്ടിങ് ഒക്കെ ഭയങ്കര കോസി ആയതുകൊണ്ട് തന്നെ ഞാൻ മൂവി നല്ലപോലെ എൻജോയ് ചെയ്തു. ബ്ലാങ്കറ്റ്, പില്ലോ, ബട്ടൺ ഞെക്കി കഴിഞ്ഞാൽ കാല് പൊങ്ങും, കാല് താഴും. പോപ്കോൺ അല്ലാതെയുള്ള കുക്ക്ഡ് ആയിട്ടുള്ള റിയൽ ഫുഡ് നമുക്ക് ഓർഡർ ചെയ്യാൻ പറ്റും, സീറ്റിൽ തന്നെ കൊണ്ടുതരും. പക്ഷെ ആകെ വിഷമം പൈസ പോയ കാര്യം ആലോചിക്കുമ്പോൾ മാത്രമാണ്. പക്ഷെ എനിക്ക് അങ്ങനെ വലിയ നഷ്ടബോധം ഒന്നും തോന്നിയില്ല കേട്ടോ. കാരണം ലൈഫിൽ ഒരിക്കലെങ്കിലും ഇതുപോലുള്ള സംഭവമൊക്കെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യണമല്ലോ. പാലക്കാട് എന്തായാലും ഇതുപോലുള്ള ഫെസിലിറ്റീസ് ഒന്നും ഇല്ല. സിനിമ കാണുന്നതൊന്ന്, സിനിമ എൻജോയ് ചെയ്ത് കാണുന്നത് വേറൊന്ന് എന്നുള്ളത് എനിക്ക് ഇവിടെ പോയപ്പോഴാണ് മനസ്സിലായത്. സിനിമ കഴിഞ്ഞ് പിന്നെയും ഉണ്ടായിരുന്നു നമ്മുടെ മുമ്പിൽ 2 മണിക്കൂർ. അപ്പൊ അത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് പർച്ചേസിങ്ങോ അല്ലെങ്കിൽ വെറുതെ മോളൊക്കെ ചുറ്റി കാണാന്ന് പറഞ്ഞിട്ട് ആ കടയിലും ഈ കടയിലൊക്കെ കയറി ഇറങ്ങി. പിന്നെ ഏത് നാട്ടിൽ പോയി കഴിഞ്ഞാലും ബസ്സടി കയറുക എന്നുള്ളത് അത് നിർബന്ധം. എനിക്കാണെങ്കിൽ എമർജൻസി ആയിട്ട് ഫോർമൽ സെറ്റിന്റെ ആവശ്യമുണ്ട്. എന്നാ പിന്നെ ഒരു വടിക്ക് 2 പക്ഷിന്ന് കൊണ്ട് അങ്ങോട്ട് കയറി. പക്ഷേ ഇവിടെ ഉണ്ടായിരുന്ന ഡ്രസ്സൊക്കെ എനിക്ക് ഭയങ്കര ലൂസായിട്ട്, ഐ മീൻ വീഡിയോയിലൊക്കെ കാണുമ്പോൾ എനിക്ക് കുറച്ചെങ്കിലും ഇച്ചിരി സൈസ് ഉള്ള പോലെയൊക്കെ തോന്നുമായിരിക്കും. പക്ഷെ നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ അത് അങ്ങോട്ട് മാറിക്കോളും. എന്നെ ഒരു 10 പേര് കണ്ടു കഴിഞ്ഞാൽ അതിലൊരു 6 പേരെങ്കിലും പറയാറുള്ള ഒരു കാര്യമാണ്, അയ്യോ ആരി ചേച്ചി ഇത്രയേ ഉള്ളൂ, ഞാൻ വിചാരിച്ചു കുറച്ചുകൂടെ വലുതാണ് എന്നൊക്കെ. കുഴപ്പമില്ല, വിഷമൊന്നും ഇല്ല, എന്നാലൊരു സങ്കടം. അതൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ അജിയുടെ ഫ്രണ്ട്സ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് എടുത്തു പറയാനുള്ളത്, അജിയുടെ വീഡിയോസ് കാണുന്ന ആൾക്കാരും എൻ്റെ വീഡിയോസ് കാണുന്ന ആൾക്കാരും കുറേ പേര് വന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് ലൈക്ക് വി വർ സോ ഹാപ്പി. എൻ്റെ അടുത്ത് വന്ന് സംസാരിച്ചവരൊക്കെ എത്ര സ്വീറ്റ് ആയിരുന്നു എന്നറിയോ. ശരിക്കും പറയാനാണെങ്കിൽ ഇതുപോലുള്ള ആൾക്കാരെയൊക്കെ കാണുമ്പോഴാണ് എനിക്ക് എൻ്റെ എന്താ പറയുക, ഞാനിങ്ങനെ ഇടുന്ന വീഡിയോസൊക്കെ ഓരോ ആൾക്കാർക്ക് ഇത്ര ഇഷ്ടമാണോ അങ്ങനെയൊക്കെ പറഞ്ഞ് തോന്നുന്നത്. എന്തായാലും താങ്ക് യു സോ മച്ച്. ഇനി നമുക്ക് നേരെ ബ്രോഡ്വേയിലോട്ട് പോവാം. ഒന്നും പറയണ്ട, ബ്ലോക്കിന്റെ കാര്യം. ബ്ലോക്കാണ് ഗൈസ്, ബ്ലോക്കാണ്. എപ്പോൾ ഇറങ്ങിയതാണ്? 6:30 ലുലുന്ന് ഇറങ്ങിയതാണ്. മറൈൻ ഡ്രൈവ് ബ്രോഡ്വേയിൽ പോകാനാണ്. ഞാൻ മെയിനായിട്ട് ബ്രോഡ്വേ പോകാനാണ് വന്നത് തന്നെ. എനിക്ക് തോന്നുന്നു ഞാൻ അവിടെ എത്തുമ്പോഴേക്കും കടകളൊക്കെ അടച്ചു പോകുന്നു അല്ലേ. മറൈൻ ഡ്രൈവ് അല്ല, മറൈൻ ഡ്രൈവ് പക്ഷെ നമുക്ക് ഓപ്പണിലല്ലേ കിട്ടിയില്ലേ? ഇത് എന്താണ്? അല്ല, ഇനി ഇതിന് ഉള്ളിൽ കയറാൻ വേണ്ടിട്ടുള്ള ക്യൂ ആണോ വിചാരിച്ചത്? അല്ല, ഞങ്ങള് ബ്രോഡ്വേയിൽ എത്തിയിട്ട് ഏകദേശം ഒരു 1/2 മണിക്കൂറായില്ലേ. വണ്ടി നിർത്താൻ പറ്റാണ്ട് തിരിച്ച് ഇപ്പൊ ഫൈനലി ഒരു സ്ഥലം കിട്ടി. സൈഡിൽ ഒരു സ്ഥലം. അവസ്ഥ തന്നെ. ക്രിസ്മസ് ടൈമിൽ ബ്രോഡ്വേയിൽ വരിക എന്നുള്ളത് എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക ആൾക്കാരുടെയും ബക്കറ്റ് ലിസ്റ്റിൽ ഉള്ളതായിരിക്കും. പക്ഷെ ഗൈസ് ഒരു കാര്യം ശ്രദ്ധിക്കാം, ഒന്നാമത് വീക്കെൻഡിൽ വരാതിരിക്കുക. പിന്നെ എനിക്ക് തോന്നുന്നു ഈവനിങ് ടൈമിലൊക്കെ വരികയാണെങ്കിൽ നല്ല തിരക്കായിരിക്കും. നല്ല തിരക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമല്ല, നമ്മൾ മെയിൻ ആയിട്ട് പോയത് മെയ്ത്ത ബസാറിലാണ്. അവിടെ ആകെപ്പാടെ 2 ആൾക്കാർക്ക് ഒരുമിച്ച് ചേർന്ന് നടന്നു പോകാനുള്ള സ്ഥലം മാത്രമേ ഉള്ളൂ. അങ്ങോട്ട് പോകാൻ ഒരു ക്യൂ, ഇങ്ങോട്ട് പോകാൻ ഒരു ക്യൂ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്രാവശ്യത്തെ ബ്രോഡ്വേ ക്രിസ്മസ് ഷോപ്പിംഗ് വെറുത്തു പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നറിയോ, ഒരുമാതിരി ഭയങ്കര റഷ് ആയിരുന്നു.
തിരക്കായിരുന്നു. നമുക്കൊന്ന് ശ്വാസം വിടാനുള്ള ഒരു ഗ്യാപ്പ് പോലും ഇല്ല. പിന്നെ കടകളിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നോക്കി എടുക്കാനുള്ള ടൈമില്ല. പിന്നെ ഇത്രയും റഷ് ആയതുകൊണ്ടാണോ എന്നറിയില്ല, ചില ആൾക്കാർ, അതായത് ചില കടക്കാരൊക്കെ വായി തോന്നിയ വിലയാണ് പറയുന്നത്. അതായത് ഒരേ സാധനത്തിൻ്റെ വില പല ആൾക്കാരും ചോദിക്കുമ്പോൾ പല വിലയാണ് പറയണത്. ഇപ്പം നമ്മളൊരു സാധനം എടുത്ത് കാണിച്ചു കഴിഞ്ഞാൽ അവർ പറയും 300 രൂപയാണ്, വേറൊരാളെടുത്ത് കാണിച്ചു കഴിയുമ്പോൾ പറയും 350 രൂപയാണ്, ചില ആൾക്കാർ കാണിക്കുമ്പോൾ പറയും അത് 400-450 രൂപയാണെന്നൊക്കെ. അതായത് മൊത്തം എന്താ പറയുക, ഈ ഒരു റഷിൽ ആരും കറക്റ്റായിട്ട് വിലയൊക്കെ ചോദിച്ച് മനസ്സിലാക്കി നമ്മളെ വില പേശി എടുക്കാനൊന്നും നിൽക്കില്ലല്ലോ. അത് നല്ലപോലെ ചില കടക്കാർ മുതലാക്കിയിട്ടുണ്ട്. ഇത്രയും റഷിലൊക്കെ നമുക്ക് നോക്കി ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങാമെന്ന് പറഞ്ഞ് പോയി കഴിഞ്ഞാൽ ഒന്നും നടക്കില്ല. കറക്റ്റായിട്ട് ഇത് വേണം അത് വാങ്ങണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ലിസ്റ്റൊക്കെ ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ മേ ബി നോക്കി ചോദിച്ച് അപ്പം തന്നെ വാങ്ങിക്കൊണ്ട് വരാൻ പറ്റും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ റൂട്ടിൽ നിന്ന് കുറച്ച് വലിപ്പമുള്ള കടകളുടെ അകത്തൊക്കെ കയറുമ്പോഴാണ് നമുക്ക് കുറച്ചെങ്കിലും ശ്വാസം എടുക്കാനുള്ള ഗ്യാപ്പെങ്കിലും കിട്ടുന്നത്. മൊത്തത്തിൽ വേർത്ത് കുളിച്ച് മുടിയും ഡ്രസ്സും ഒക്കെ ഒട്ടി പിടിച്ച അവസ്ഥയായിരുന്നു. കണ്ടില്ലേ, വെരി ഫാഷനബിൾ ആയിട്ടില്ലേ. ബ്രോഡ്വേയിൽ പോകണമെന്ന് പറഞ്ഞപ്പോൾ തന്നെ സ്നേഹൻ്റെ അടുത്ത് പറഞ്ഞാണ് കുറേ വീഡിയോസിൽ ഡിസ്കോ ബോളൊക്കെ കണ്ടിട്ടുണ്ട്, വാങ്ങിച്ചോ എന്നൊക്കെ. പക്ഷേ ഈ ഡിസ്കോ ബോളിന് ഏകദേശം 500 രൂപയായിരുന്നു. അറ്റ് ദിസ് പോയിന്റ് ഉള്ള വിലയാണോ വെറുതെ പറയുന്ന വിലയാണോ എന്ന് സത്യം പറഞ്ഞാൽ ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ വാങ്ങിക്കാൻ നിന്നില്ല. പിന്നെ എനിക്ക് നല്ല ലാഭത്തിൽ ഒരു ക്രിസ്മസ് ട്രീ കിട്ടി, ആ സാധനം ഞാൻ വാങ്ങിച്ചു. അത് മാത്രമല്ല കേട്ടോ, വേറെ കുറേ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ഇതൊന്നും അല്ലായിരുന്നു ഞാൻ സ്വപ്നങ്ങളിൽ കണ്ട എൻ്റെ ബ്രോഡ്വേ ക്രിസ്മസ് ഷോപ്പിംഗ്. ക്ഷീണിച്ചു, വല്ലാത്ത ചീത്തയായിപ്പോയി. പക്ഷെ ഞാൻ ഇത്രയും തിരക്ക് പ്രതീക്ഷയില്ല കേട്ടോ. ഞാൻ വീഡിയോസിലൊക്കെ കണ്ടപ്പോൾ ഞാൻ വലിയ തിരക്കുണ്ടാവില്ല വിചാരിച്ചു. നമ്മളവിടെ ഒരു ദിവസം സ്റ്റേ ചെയ്തിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. എൻ്റെ നാട് എറണാകുളത്താണ്. ഐ മീൻ എൻ്റെ എല്ലാ റിലേറ്റീവ്സും എറണാകുളത്ത് തന്നെയാണ്. അപ്പോൾ ഞാൻ എൻ്റെ ആൻറ്റിയുടെ വീട്ടിലായിരുന്നു പോയി നിന്നിട്ടുണ്ടായിരുന്നത്. ഞാൻ പൗളി ആൻറ്റി എന്നാണ് വിളിക്കുക, ബട്ട് ആക്ച്വലി എൻ്റെ അമ്മാമ്മയായിട്ടാണ് വരിക. അതായത് എൻ്റെ അപ്പൂപ്പനില്ലേ, അപ്പൂപ്പൻ്റെ പെങ്ങളാണ്. വളരെ മികച്ച പാക്കേജിംഗ് ഒക്കെ കഴിഞ്ഞ് വന്നതാണ്. പക്ഷെ ബ്രഷ് എടുത്ത് വെക്കാൻ മറന്നുപോയി. രാവിലെ തന്നെ തൊട്ടടുത്തുള്ള കടയിൽ പോയി ബ്രഷൊക്കെ വാങ്ങി ഫുള്ള് റെഡിയായി വേഗം അങ്ങോട്ട് ഇറങ്ങി. ഫസ്റ്റ് പോയത് ഡിക്കാത്തലോണിലായിരുന്നു. എന്തിനാ പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു സാധനം വാങ്ങാൻ പോയതാണ്. അതെന്താണെന്നുള്ളത് ലാസ്റ്റ് കാണിക്കാം. പണ്ടെങ്ങാണ്ട് വിജയമാതി പഠിക്കുന്ന ടൈമിൽ +1 ബാസ്കറ്റ് ബോൾ ചെക്കന്മാർക്ക് ടീം ഇല്ല എന്ന് പറഞ്ഞിട്ട് കുറേ ഹൈറ്റുള്ള പിള്ളേരെ പിടിച്ചൊരു ബാസ്കറ്റ് ബോൾ ടീം ഉണ്ടാക്കി. ആ ടീമിൽ അജയേട്ടനും ഉണ്ടായിരുന്നു. അപ്പൊ അജയേട്ടൻ വലിയ ബാസ്കറ്റ് ബോൾ പ്ലെയർ ആണെന്ന് പറഞ്ഞ് ഫ്ലെക്സ് ചെയ്ത് കാണിച്ചതാണ് ആദ്യം കണ്ടത്. അതൊക്കെ ഓക്കെ. പക്ഷെ അതിന്റെ ഇടയിൽ കൂടെ ആരിച്ചിയുടെ വക എന്തിനായിരുന്നു തട്ടുമുട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു മനസ്സുഖം. പോയ പാടെ ഞാൻ ആദ്യം എടുത്തിട്ടത് ഈ ഒരു സ്ലിപ്പേഴ്സ് ആയിരുന്നു. എന്താ കാരണം എന്നറിയോ, ഞാൻ നല്ലപോലെ സ്ലിപ്പർ യൂസ് ചെയ്യുന്ന ആളാണ്. സ്ലിപ്പർ യൂസ് ചെയ്യാന്ന് പറഞ്ഞാൽ പുറത്ത് ഞാൻ സ്ലിപ്പർ ഇടും, വീട്ടിനകത്ത് ഞാൻ സ്ലിപ്പർ ഇടും. ഇപ്പൊ എന്റെ കയ്യിൽ 3 സ്ലിപ്പർ ഉണ്ട്. ഈ 3 സ്ലിപ്പർ തേഞ്ഞ് ഒട്ടി വരണ്ടിരിക്കുന്ന അവസ്ഥയിലാണ്. എൻ്റെ തലയുടെ സൈസ് അറിയാനായിട്ട് ഓരോ ഹെൽമെറ്റ് മാറ്റി മാറ്റി വെച്ച് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. പക്ഷേ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ ഓർമ്മ വന്നതെന്നറിയോ, ഇൻസ്റ്റാഗ്രാമിൽ മറ്റേ ട്രെൻഡിങ് ആയിട്ടുള്ളൊരു ചേച്ചിയില്ലേ, മറ്റേ ക്യൂട്ട്നെസ് ഒക്കെ വാരി എറിയുന്ന ചേച്ചി, ചേട്ടായി എനിക്ക് ബിരിയാണി വാങ്ങി തരുമോ എന്നൊക്കെ പറയുന്ന ചേച്ചി. എനിക്ക് ആ ചേച്ചിയുടെ വീഡിയോ ആയിരുന്നു മൊത്തം ഓർമ്മ വന്നുകൊണ്ടിരുന്നത്. പിന്നെ നമ്മൾ സമയം കളയാനായിട്ട് പണക്കാരുടെ ഹോബീസ് ഒക്കെ കുറച്ച് ട്രൈ ചെയ്തു. നമ്മൾ ശരിക്കും പോയത് എന്തിനാണെന്നറിയോ, ഡംബൽസ് വാങ്ങാൻ. ആർക്ക്? ആരി ചേച്ചിക്ക്. പണ്ടൊക്കെ ഞാൻ ഈ യൂട്യൂബിൻ്റെ വീഡിയോസ് ഒക്കെ നോക്കിയിട്ട് വീട്ടിൽ കുറച്ച് വർക്കൗട്ട്സ് ഒക്കെ ചെയ്യുമായിരുന്നു കേട്ടോ. ഇപ്പൊ കുറെ ആയിട്ട് അങ്ങനെയുള്ള വർക്കൗട്ട്സും കാര്യങ്ങളും ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. അപ്പൊ അജി എൻ്റെ അടുത്ത് പറഞ്ഞു എനിക്ക് 2 ഡംബൽസ് വാങ്ങിത്തരാം, അങ്ങനെയെങ്കിലും കുറച്ച് മോട്ടിവേഷൻ ഒക്കെ വന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നു. കൊച്ചിയിൽ വന്നതിന്റെ രണ്ടാമത്തെ ഉദ്ദേശം എന്തായിരുന്നു എന്നറിയോ, ഡൈക്കട്ട് സ്മാർട്ടിൽ പോവാന്നുള്ളത്. ഫോർ മീ പേഴ്സണലി ഡൈക്കട്ട് സ്മാർട്ട് എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ജസ്റ്റ് എ ബ്രാൻഡ്, ഇറ്റ്സ് സംതിങ് സോ സ്പെഷ്യൽ ടു മീ. മേജർ റീസൺ വേറെ ഒന്നല്ല, മെഹനയും ജാസിയൊക്കെയാണ്. മെഹനയും ജാസി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഡൈക്കട്ട് സ്മാർട്ടിന്റെ ഓണേഴ്സ് ആണ് ഇവര്. ഫസ്റ്റ് ടൈം ഡൈക്കട്ട് സ്മാർട്ടിന്റെ വീഡിയോസ് ഒക്കെ ചെയ്യാനായിട്ട് അങ്ങനെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കോൺടാക്ട് ചെയ്ത് തുടങ്ങിയതായിരുന്നു. പക്ഷെ ഇപ്പൊ ഞങ്ങൾ ഭയങ്കര കൂട്ടാണ്. ഫോണൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഏകദേശം 2-3 മണിക്കൂർ ഇരുന്നിരിപ്പിന് സംസാരിക്കാറുണ്ട്. അപ്പൊ കൊച്ചിയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവരെ കാണാതെ തിരിച്ചിറങ്ങാൻ പറ്റുമോ?
ഇപ്പൊ കണ്ട ഇദ്ദേഹമാണ് മെഹന എന്ന് പറയുന്നത്. എല്ലാവർക്കും ഡൈക്കറ്റ് മാർട്ടിൽ കൈയൊക്കെ കണ്ടുള്ള പരിചയം മാത്രമേ ഉണ്ടാവുള്ളൂ. ആ കൈയുടെ ഉടമയാണ് ഇത്. പോയ പാടെ എന്റെ കണ്ണുടക്കിയത് ഈ ഒരു സാന്റാക്ലോസിലായിരുന്നു. ഐ മീൻ ഞാൻ മറ്റേ ബ്രോഡ്വേയിലൊക്കെ പോയ സമയത്ത് ഏകദേശം 1000-1500 രൂപയ്ക്കായിരുന്നു ഇതിന്റെ വിലയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ ആകെപ്പാടെ 899 ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ. ക്രിസ്മസിനും കുറെ കളക്ഷൻസ് വന്നിട്ടുണ്ട്, വേറെയും കുറെ കളക്ഷൻസ് ഒക്കെ വന്നിട്ടുണ്ട്. എല്ലാം അങ്ങോട്ട് വിസ്തരിച്ച് നോക്കി. ഈ കടയിൽ കയറി കഴിഞ്ഞാൽ ഞാൻ ഏറ്റവും ആദ്യം പോയി നോക്കുന്ന ഒരു ഏരിയ ആണ് ടംബ്ലേഴ്സിന്റെ. അങ്ങനെ കുറച്ചൊന്നുമല്ല, ഇഷ്ടം പോലെ കളക്ഷൻസ് ഉണ്ടാവും. ടംബ്ലറുകൾ എന്നും എൻ്റെ ഒരു വീക്ക്നെസ് ആണ്. പക്ഷേ ഇപ്രാവശ്യം ടംബ്ലർ വാങ്ങാൻ അജയേട്ടൻ സമ്മതിച്ചില്ല. ഉള്ള ടംബ്ലർ കൊണ്ട് ആദ്യം വെള്ളം കുടിക്കുക, എന്നിട്ട് ഇനി വാങ്ങിച്ചാൽ മതി എന്നങ്ങോട്ട് പറഞ്ഞു. എല്ലാം കഴിഞ്ഞ് ഇറങ്ങാറായി കഴിയുമ്പോൾ ദേവരുടെ മെഹന 3 കവറുമായിട്ട് ഒരു സാധനം എനിക്ക് വേണ്ടി വാങ്ങിച്ചിട്ടുണ്ടെന്ന് ഓൾറെഡി എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത്രയും സാധനങ്ങൾ ഉണ്ടെന്നുള്ളത് ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടേ ഇല്ല. ഇറങ്ങി കഴിഞ്ഞപ്പോൾ ആൾക്കാരൊക്കെ ഞങ്ങളിങ്ങനെ തുറച്ച് നോക്കുമായിരുന്നു. 5-6 കവറൊക്കെ ആയിട്ടാണല്ലോ ഇറങ്ങണത്. ഇത്രയും സാധനങ്ങളൊക്കെ വാങ്ങിച്ചു വന്നു. പക്ഷെ എന്താ, ഒറ്റൊരു കവർ മാത്രം ഞാൻ വാങ്ങിച്ച ഐറ്റംസ്, ബാക്കി 3 കവറും മെഹന തന്നു വിട്ടതായിരുന്നു. എന്താണിത്, കാറ അല്ല വേറെ വല്ലതോ? നമ്മുടെ ഫൺട്യൂറയുടെ കാർഡിൽ ഇനിയും ഇഷ്ടംപോലെ പോയിന്റ്സ് ഉണ്ടായിരുന്നു. മീൻസ് നമ്മൾ ഇതിന് മുമ്പ് ആകെ 3-4 ഗെയിം മാത്രമല്ലേ കളിച്ചുള്ളൂ, ബാക്കിയുള്ള പോയിന്റ്സും കൂടെ കളയണമല്ലോ. അങ്ങനെ ഞങ്ങൾ പോയി. എന്തിന്? ക്ലോ മെഷീൻ. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈ ഒരു സ്നിക്കേഴ്സിന്റെ ഗെയിം ആയിരുന്നു കേട്ടോ. എനിക്ക് ഏകദേശം ഒരു 5-6 സ്നിക്കേഴ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു. രസം ഇതൊന്നുമല്ല, ഇതിന്റെ അപ്പുറത്ത് മറ്റേ ടോയ്സ് ഒക്കെ കിട്ടുന്ന ക്ലോ മെഷീൻ ഇല്ലേ, അത് ഏകദേശം ഒരു 5-6 തവണ നമ്മൾ കളിച്ചിട്ടുണ്ടാവും. അജി വലിയ കാര്യത്തിൽ ഇപ്പൊ ശരിയാക്കി തരാതെ ഒരു 2-3 തവണ കളിച്ചു, പക്ഷെ ഒന്നും കിട്ടിയില്ല. ഈ താറാവ് നമുക്ക് കിട്ടുന്നതിന്റെ ഒരു വക്കില് വരെ എത്തി, പക്ഷെ കിട്ടിയില്ലടാ, അത് വീണുപോയി. അതിനുശേഷം ഞാനൊന്ന് പയറ്റി നോക്കട്ടെ എന്ന് പറഞ്ഞ് കളിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് ആ താറാവിനെ കിട്ടി. ഞാനത് അപ്പം തന്നെ കൊണ്ടുവന്ന് പട്ടുവിന് കൊടുത്തു. എനിക്ക് ഈ ഒരു പശുക്കുട്ടീനെ കിട്ടണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു, പക്ഷെ അത് കിട്ടിയില്ല. എന്തായാലും 2 days വാസ് സൂപ്പർ ഫൺ. ഫോണിലെ ചാർജ് ഒക്കെ തീർന്ന ഒരു വഴിയായിരിക്കായിരുന്നു, അതുകൊണ്ട് ബാക്കിയുള്ള വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല. എന്തായാലും സേഫ് ആയിട്ട് നമ്മൾ വീടെത്തി. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. പിന്നെ നാളെ നിങ്ങൾക്ക് എക്സാം ഒക്കെ അല്ലേ, അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. നന്നായി പഠിക്കൂ. എല്ലാവർക്കും നല്ല രീതിയിൽ എക്സാം എഴുതാൻ പറ്റട്ടെ. ഞാൻ കടൽ ടോക്സിലെ എക്സാം റിലേറ്റഡ് ആയിട്ട് ഒരു വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്, നാളെ പോസ്റ്റ് ചെയ്യാം. അപ്പോൾ ടേക്ക് കെയർ ഗൈസ്, see you in the next video. Silhouettes of you are like a taunt. Never really know just what you want.